ഇവിടെ മൂന്നിരട്ടകൾ ഒരേപോലെ ജാക്കറ്റ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നേപ്പാളിലൊക്കെ പോയി വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ സൺഡേയിൽ കുർബാനയ്ക്ക് പോണ സമയത്ത് ഞാൻ എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇപ്പം ഇന്നത്തെ മഞ്ഞ് നോക്കി രാവിലെ നല്ല സൂപ്പർ മഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് റോട്ടിൽ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ട് പോകുന്ന സമയത്തൊന്നും ദൂരേക്ക് കാണാൻ പറ്റാത്ത ആ ഒരു സ്ഥിതിയായിരുന്നു രാവിലത്തെ ടൈമിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുർബാന എന്ന് പറഞ്ഞാൽ 9 മണിക്കാണ്. ടൈമിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം 8:30 എന്നുള്ളത് മാറ്റി 9 മണിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ പതിവിലും വിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് പോകണം. എങ്കിൽ പോലും രാവിലത്തെ സമയത്ത് നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് പതിവ് പോലെ സൺഡേ നമ്മൾ ഷോപ്പിങ്ങിന് പോകാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിങ്ങിനായിട്ടൊന്ന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അഞ്ചിനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, ഞാനും ചേട്ടനും മാത്രമേ പോന്നിട്ടുള്ളൂ. ഇന്ന് രാവിലെ കണ്ട ആ ഒരു കാലാവസ്ഥയൊന്നും അല്ലാട്ടോ. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ കംപ്ലീറ്റ്ലി മാറി. ഇപ്പോൾ ഇതാ കുറച്ച് വെയിലൊക്കെ ആയിട്ടുണ്ട്. തുണികളെല്ലാം നമ്മൾ പുറത്ത് വെയിലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഉണക്കാനിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് പോരുന്നത്. ഇത് നമ്മുടെ സൺഡേ ഷോപ്പിംഗ്. അപ്പോൾ രാവിലെ തന്നെ പോരാനും പറ്റില്ല, അത്രയും മഞ്ഞായിരുന്നു. വണ്ടി ഓടിപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. കടയും തുറക്കില്ല. എവിടെയൊക്കെ വിന്ററിൽ ഒരു 11 മണി 11:30 കഴിയാതെ ഒരു ഷോപ്പുകളൊന്നും തുറക്കില്ല. രാവിലെ തന്നെ വന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങളിന്ന് കുക്കിങ് കാര്യങ്ങളെല്ലാം തീർത്ത് എല്ലാം കഴിഞ്ഞിട്ട് പോകുന്നത്. ലഞ്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകുന്നത്. ചേട്ടൻ ഫുഡും കഴിച്ചു, ഞാൻ കഴിച്ചിട്ടില്ല. തിരിച്ച് ചെന്നിട്ട് വേണം കഴിക്കാൻ. പിന്നെ വാങ്ങിക്കേണ്ട കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലേക്കുള്ള ഗ്രോസറി ഐറ്റംസ്, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ, കിച്ചൺ ഐറ്റംസ്, അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ തന്നെ. പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. അതൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത ഷോപ്പിംഗ് ഉണ്ടാവുള്ളൂ. ഇപ്പം എന്തായാലും ഫ്രിഡ്ജിനകത്തായാലും ആവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാനായാലും. അപ്പോൾ അതൊക്കെ ആദ്യം വാങ്ങിച്ചു വെക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മളിന്ന് പോന്നേക്കണം. കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ ഞാനും ചേട്ടനും കൂടെ ഇറങ്ങി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട്. കാരണം ഇന്ന് നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല. എന്തായാലും 5 പോന്നിട്ടില്ല കേട്ടോ, ഞാനും ചേട്ടനും മാത്രമാണ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. നല്ല സൂപ്പർ വെയിലും സൂപ്പർ ചൂടുമാണ്. നമ്മളെന്തായാലും പച്ചക്കറി വാങ്ങിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് പച്ചക്കറി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡേ ടൈമിലൊക്കെ ഇവിടെ പച്ചക്കറിയൊക്കെ ഉള്ള സമയം. അപ്പോൾ രാവിലെയൊക്കെ ഞങ്ങൾക്ക് സൺഡേയിൽ കുർബാനയും കഴിഞ്ഞൊക്കെ പോരുമ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം. പക്ഷെ ആ സമയത്തൊക്കെ ഇവിടെ തുറന്നു വരുന്നുണ്ടാവുള്ളൂ, ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ലേറ്റായി. ഇവിടെയൊക്കെ പച്ചക്കറികളിട്ട് പച്ചമുളക്, പച്ചമട്ടർ, നമ്മുടെ ഗ്രീൻ പീസ്, അതൊക്കെ ഇങ്ങനെ ടൈലയിൽ വെച്ചേക്കണുണ്ടോ ഇഷ്ടം പോലെ. ഇവിടെ ഇലക്കറികൾ, ഇല ഐറ്റംസ്, ഇവിടേക്കൊക്കെ നോക്കിയാൽ ഫുൾ പച്ചപ്പാണ് മൊത്തം. നമ്മൾ പച്ചക്കറി ആദ്യം വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറി ആദ്യം വാങ്ങിക്കാൻ പോവാം. ഗ്രീൻ പീസ് 100 രൂപ 2.5 കിലോ. ബീൻസിന് 80 രൂപ കേട്ടോ കിലോ.
ക്യാരറ്റ് നല്ല റെഡ് ക്യാരറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ വെയിൽ അധികം അടിക്കാതിരിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ ഷീറ്റൊക്കെ കെട്ടിയേക്കാം മുകളിൽ. വഴുതനങ്ങ 80 രൂപ കിലോ. തക്കാളി 60 രൂപ കിലോ കേട്ടോ. 80 രൂപയായിരുന്നു, ഇപ്പം കുറച്ച് കുറഞ്ഞ് 60 രൂപയായിട്ടുണ്ട്. തക്കാളി പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി പെറുക്കിയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം എനിക്ക് കൂടുതൽ ഇങ്ങനെ റെഡ് കളറിലുള്ള തക്കാളിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ഇതിനകത്ത് റെഡും ഗ്രീനും പിന്നെ ചെറുതായിട്ട് യെല്ലോയിഷ് കളറുള്ളതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിനകത്ത് നിന്ന് റെഡ് സെലക്ട് ചെയ്ത് കൂടുതലും അങ്ങനത്തെ നോക്കി എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. റെഡ് കളറിലുള്ള തക്കാളി കുറവാണ്, കൂടുതലും ഗ്രീൻ കളറാണ്. പക്ഷെ ഫ്രഷ് ആട്ടോ, വെട്ടിയൊന്നും അതിൻ്റെ പോയിട്ട് പോലും കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ആവശ്യം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം. അപ്പം അതിന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നാകുമ്പോൾ എല്ലാ ഐറ്റംസും ഒരുമിച്ച് വാങ്ങിക്കാമല്ലോ. അപ്പം അങ്ങോട്ടേക്ക് പോകണേ. ഇവിടെ മധുരക്കിഴങ്ങിൻ്റെ സീസണാണ്. അപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ മധുരക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. നമ്മളത് കഴിക്കൽ കുറവാണ്. ഒരിക്കലും വാങ്ങിച്ചിട്ട് അധികമൊന്നും കഴിച്ചില്ല. അഞ്ചുനായാലും വലിയ ഇഷ്ടമൊന്നുമില്ല. ഒരെണ്ണമൊക്കെ പേരിന് കഴിക്കും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത് വാങ്ങിക്കൽ കുറഞ്ഞു. ഞങ്ങളങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. അപ്പം ഇനി കിച്ചൺ ഐറ്റംസ് ഗ്രോസറി ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ താഴത്തെ ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അഞ്ചു ബിസ്ക്കറ്റ് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അഞ്ചിന് ഇഷ്ടമുള്ള മിൽക്ക് ബിസ്ക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ തേടി തപ്പി കുറച്ച് നേരം നടന്നു കേട്ടോ. അപ്പോൾ റസ്ക് കണ്ടു. ചേട്ടന് റസ്ക് രാവിലെ ചായയുടെ കൂടെ റസ്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് റസ്ക് ഒരു പാക്കറ്റ് എടുത്തു. അതിനുശേഷം മിൽക്ക് ബിസ്ക്കറ്റ് ഇങ്ങനെ കുറച്ച് നേരം നോക്കി നടന്നു. ഉദ്ദേശിച്ച ഐറ്റം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും കിട്ടിയ ഐറ്റം എടുത്തു. അങ്ങനെ ഇത് മിൽക്ക് ബിസ്ക്കറ്റ് ആട്ടോ. അപ്പോൾ അതെടുത്തു. പിന്നെ നമ്മുടെ ചായപ്പൊടി കാപ്പിപ്പൊടി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ ബ്രഷ് വേസ്റ്റ് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ മസാലപ്പൊടി, നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് വന്നപ്പോൾ ഇന്ന് സൺഡേയിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയിട്ട് ബൈ 1 get 1 ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, മുളക് പൊടി. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ നമുക്ക് ഇഡ്ഡലി ദോശയ്ക്കുള്ള നമ്മുടെ ഇഡ്ഡലി റൈസ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഗ്രോസറി ഐറ്റംസ്, പിന്നെ ബാക്കിയുള്ള ടൈമിൽ ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളെല്ലാം എടുത്തു. പിന്നെ നമുക്ക് ഇനി എടുക്കേണ്ടത് നമ്മുടെ പനീർ, അതുപോലെ തന്നെ പാല് പാക്കറ്റ് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അതെടുക്കാൻ പോയി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അഞ്ചുവിനൊക്കെ ആയിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങൾ അതെടുക്കണം. അത് ഫ്രഞ്ച് ഫ്രൈസ് അഞ്ചുവിന് ഇഷ്ടം. അതിൽ കൂടെ ഇപ്പോൾ നമുക്ക് എയർ ഫ്രയർ ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് അതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഐറ്റം എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒരുവിധമൊക്കെ ഷടപെടാന്നും പറഞ്ഞ് ഞങ്ങൾ തീർത്ത് ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. ചെന്നിട്ട് വേണം ലഞ്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ വിശക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതേ വന്നു. അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പോയതുകൊണ്ട് പിന്നെ ഓടി വന്ന് ഇനിയിപ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അഞ്ചുനോട് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞായിരുന്നു. കാരണം ലേറ്റായി, ഇപ്പോൾ 2:30 കഴിഞ്ഞു. അപ്പോൾ അഞ്ചുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോറ് ഇതേ നമ്മുടെ UP റൈസ് ഇവിടെ റെഡി. ചേട്ടൻ്റെ ചോറിന് കഴിഞ്ഞ് ഞാൻ മാത്രമേ ചോറിനാൻ ബാക്കിയുള്ളൂ. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ ബീൻസ്, സൺഡേ സ്പെഷ്യൽ എന്ന് പറയാം. ബീൻസ് ഉപ്പേരി തേങ്ങയൊക്കെ ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഇതാ നമ്മുടെ മീൻകറി. നല്ല രോഹു മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ രോഹു നമുക്കിവിടെ കൂടുതൽ കിട്ടുന്ന മീൻ എന്ന് പറയുന്നത് UP-യിൽ ഞങ്ങൾക്ക് ഈ രോഹുവാണ്. ഇത് ടേസ്റ്റിയാണ്. നമ്മൾ ഈ മീൻകറി വയ്ക്കണതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് UP-യിൽ കിട്ടുന്ന മെയിൻ മീൻ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഈ ഏരിയയിൽ കിട്ടുന്ന മീൻ എന്ന് പറയുന്നത് രോഹുവാണ്. നല്ല ടേസ്റ്റിയാണ്. നല്ല കാമ്പുള്ള മാംസമുള്ള നല്ല മീനാണ്. അപ്പോൾ നമുക്ക് ഗ്രേവി ആയിട്ടൊക്കെ വയ്ക്കാൻ സൂപ്പറാണ്. വറുക്കാനും നല്ലതാട്ടോ. പക്ഷെ കൂടുതൽ ഞങ്ങൾ ഗ്രേവി വെക്കാറ് ഇതിൻ്റെ. അപ്പോൾ അങ്ങനെ
മീൻകറി. അപ്പം ഞാൻ ചോറുണ്ടാൻ പോവാം, നന്നായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തതൊന്ന് വൈകുന്നേരത്തിന് നമുക്ക് പുഴുങ്ങാന്ന്. കാരണം മീൻകറി ഉണ്ടല്ലോ, അപ്പോൾ മീനും കപ്പയും കൂടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു കുറച്ച് ചോറ് അല്ലെങ്കിൽ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയാൽ രാത്രിയിലെ കാര്യം സെറ്റ്. അപ്പം ഞാനിനി ഫുഡൊക്കെ കഴിക്കട്ടെ. പുറത്ത് നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു. അപ്പം ഇനി ജാക്കറ്റ് വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ഒന്ന് കുറച്ച് മേത്തുനിന്ന് നമ്പർ കുറയ്ക്കണം, ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വാങ്ങിച്ച സാധനങ്ങളൊക്കെ അടക്കി പെറുക്കിയൊക്കെ വെച്ചപ്പോഴേക്കും ഒരു നേരമായി. ഇന്നതേ ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇന്ന് ഗോരഖ്പൂർക്ക് പോവാണ്, ഒരു മലയാളം മൂവി കാണാനായിട്ട്. മൂവിയുടെ പേരാണ് സർവമായ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ നേപ്പാൾ ട്രിപ്പിന് പോയ ആ ഒരു 3-5 ഫാമിലി ഇന്നും ഉണ്ട് കേട്ടോ സിനിമ കാണാൻ പോകാൻ. അപ്പൊ ഞങ്ങൾ 5 ഫാമിലി ഒരുമിച്ച് പല പല വണ്ടികളിലായിട്ട് അന്ന് പോയ മാതിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പോവാണ്. അപ്പൊ പോയി മൂവി കാണട്ടെ, എങ്ങനെയുണ്ടെന്നൊക്കെ കണ്ടിട്ട് റിവ്യൂ പറയാം. അപ്പൊ ഇറങ്ങണം. നമ്മുടെ ഷാരി സാർ ഫ്ലാസ്ക് ഒക്കെ എടുത്ത് ചൂടുവെള്ളം ചൂടുവെള്ളം തിയേറ്ററിലേക്ക് അവിടെ ആണോ? ആണോ? ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം. അതേ രണ്ടാമത് പോയിട്ടുണ്ട്. അതേ നമ്മുടെ രജിസ്റ്റർ നേപ്പാൾ ട്രിപ്പുകാരൊക്കെ വീണ്ടും കാണാം. നേപ്പാൾ വീണ്ടും ട്രിപ്പ് നേപ്പാൾ ട്രിപ്പുകാരൊക്കെ വീണ്ടും കാണാമെന്ന്. അതെ, ഗോരഖ്പൂർ ട്രിപ്പ്. പ്രീത ടീച്ചർ ഏത് സിനിമ കാണാൻ പോണേ? നമ്മൾ കാണാൻ പോകുന്നത് അല്പം മായ. അങ്ങനെയല്ല, സർവം മായ. മനസ്സിലായി, അതെനിക്കറിയാം. റെജി പറഞ്ഞ പോലെ അല്പം മായ എന്ന് പറഞ്ഞു. അതെ, എല്ലാം മായ. അതെ, നമ്മുടെ സൗമ്യ ടീച്ചർ സ്കൂളിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. ഇവിടെ വണ്ടിയൊക്കെ സ്റ്റാർട്ടായി കഴിഞ്ഞു കേട്ടോ. അവർ ഇറങ്ങിയിട്ടുണ്ട്. ഡൽബൻസർ ഫാമിലി ഇതേ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. സുമ ടീച്ചറൊക്കെ അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. വേഗം വാ, ലേറ്റ് ആവും നമ്മൾ എത്താനായിട്ട്. ഓടിയാ ഹായ്, വാ വാ. നമ്മളെവിടേക്ക് പോണേ? സിനിമ കാണാൻ. ആണോ? എന്താ സിനിമയുടെ പേര്? സർവമായ. നമ്മുടെ ഡെലൂലു. അത് കഴിയുമ്പോ മനസ്സിലാവും ഡെലൂലു. അപ്പൊ അതിനകത്തുനിന്നുള്ള എന്തോ ഡയലോഗാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് ശരി എന്നാ. ഓക്കെ, ജെ പി സാർ വന്നില്ലല്ലോ. ഓക്കെ, ജെ പി സാർ ഇവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ചേട്ടൻ്റെ വണ്ടി ഓടിപ്പിക്കുന്നു. സുമ ടീച്ചർ ഇവിടെ, അഞ്ചു, ഞങ്ങൾ 2 ഫാമിലിയും കൂടെ എങ്ങനെ പോകുന്നു. ഞങ്ങൾ 3 പേര് പുറകിലുണ്ട്, 2 പേരും ഇവിടെ ഫ്രണ്ടിൽ. ബാക്കി വണ്ടികളൊക്കെ മുന്നിലും പുറകിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ വല്ലകാലത്തൊക്കെ ആയിട്ട് ഒരു മലയാളം മൂവി കാണാനൊക്കെ കിട്ടുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് താല്പര്യമുള്ളവരൊക്കെ പോയി കാണും. അപ്പോൾ അങ്ങനെ ഈ ഒരു പേരൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ തോന്നി ഒന്ന് പോയി കാണാം. കുറേ നാളായി ഞങ്ങൾ മലയാളം മൂവി കാണാൻ പോയിട്ട്. ഒന്ന് പോയി കാണാമെന്ന് ഓർത്ത് അങ്ങനെ പോകുന്നതാണ് ഗോരഖ്പൂർക്ക്. അപ്പോൾ ഗോരഖ്പൂർക്ക് നമുക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മൾ ഗോരഖ്പൂർ തിയേറ്ററിലേക്ക് എത്തുള്ളൂ. അവിടെ അടുത്ത ചുറ്റുവട്ടത്തു നിന്നുള്ള വേറെ മലയാളീസൊക്കെ വരും കേട്ടോ. അങ്ങനെ മൂവി ഇവിടെ ഉണ്ടെന്ന് കേട്ട് കഴിയുമ്പോൾ വരാൻ പറ്റുന്നവരെല്ലാവരും തന്നെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എത്തും. കേട്ടോ, ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമെത്തി. അടുത്ത ജംഗ്ഷനിലാണ് ഗോരഖ്പൂർ എത്തിയിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളങ്ങനെ തിയേറ്ററിൻ്റെ അടുത്തേക്ക് എത്തി. തിയേറ്ററിലേക്ക് എത്തി തന്നെ പറയാം. ആ ഒരു മോളിനകത്താണ്. അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പോവാം. ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി മുന്നേ എടുത്തേക്കുന്നതാണ്. അപ്പോൾ പിന്നെ ടിക്കറ്റ് ബുക്കിംഗ് കഴിഞ്ഞേക്കുന്നതാ. വണ്ടി പാർക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ അങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്ന് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ സിനിമ കാണാനായിട്ടുള്ള കേരള വേറെ ഒത്തിരി മലയാളീസൊക്കെ വന്നിട്ടുണ്ടോ. മലയാളം മൂവി ഇങ്ങനെയൊക്കെ വല്ല കാലത്തൊക്കെ നമുക്ക് ഗോരഖ്പൂരിലൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടിയ ചാൻസ്. എല്ലാവരും ലിഫ്റ്റിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞു.
അപ്പോൾ ഞങ്ങൾ ആ ലിഫ്റ്റൊക്കെ കയറി മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്രിസ്മസ് ഡെക്കറേഷൻ ഇപ്പോഴും മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. സ്റ്റാറൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാം. ഇപ്പോഴും ഇഷ്ടംപോലെ സ്റ്റാറുകൾ തൂക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ സിനിമ കാണാൻ ബസ്തിന്ന് വന്നിരിക്കുന്ന ഒരു പടയാണ് കേട്ടോ അതെല്ലാം. ഞങ്ങളുടെ സ്വന്തം മോളാണ്. ഓ എനിക്ക് വയ്യ, സ്വന്തം മോള്. മോനും കൂടെ വരണ്ടേ? ഇവിടെ മൂന്നിരട്ടകൾ ഒരേപോലെ ജാക്കറ്റ്. ഏതൊരാ പോലും ജെ പി സാറ് ഇരട്ടയിൽ വിട്ടിട്ടില്ല. ഇതെല്ലാം പരട്ടകളാണല്ലോ. ഇതിലൊന്നും ഇരട്ടയില്ല, എല്ലാം പരട്ടകളാണ്. അടിപൊളി. നമ്മുടെ മോളിന്റെ ഭംഗി നോക്കിയേ. നമ്മുടെ സ്നോമാനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്മസിനല്ലേ സാധാരണ സ്നോമാനും ഉണ്ടാക്കുന്നത്? ക്രിസ്മസിന്റെ ഇത് ന്യൂ ഇയർ സ്നോമാൻ ആയിരിക്കും കേട്ടോ. അടിപൊളി. ഒരു കാറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വ്ളോഗർ ഇതാ സ്നോമാനെ വിലയ്ക്ക് വാങ്ങാൻ റെഡിയായി നിൽക്കുന്നു. സ്നോമാനെ കണ്ടില്ല? അങ്ങ് ചെല്ല്, അങ്ങോട്ട് പോ സ്നോമാൻ്റെ അടുത്തേക്ക്. എല്ലാവരും ചെല്ല്. അടിപൊളി. എല്ലാവരും അങ്ങനെ. എന്താ ഇത്ര നക്ഷത്രങ്ങളൊക്കെ നമ്മൾ വരുന്നത് പ്രമാണിച്ച് ഇവിടെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ നടത്തിയിരിക്കുന്നു. കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ എത്തി. ബിഫോർ ടൈം 1 hour ബിഫോർ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റിയ ഷോപ്പിംഗ് മോളാണത്. ചായ കുടിക്കാൻ പോ. നമ്മുടെ ഓറിയൻ മാളിന്റെ ഫ്രണ്ട് സൈഡാണിത്. മെയിൻ എൻട്രൻസ്. നല്ല രസമാണ്. ഓറിയോൺ മോളിന്റെ ഫ്രണ്ട് സൈഡ് അല്ലേ ഇത്? ഫ്രണ്ട് അല്ലേ? നമ്മുടെ ഈ ഷോപ്പിംഗ് മോളിൻ്റെ പേര് ഓറിയൻ മോൾ എന്ന് കേട്ടോ. അത് അങ്ങ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഓറിയൻ മോൾ. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ തെളിഞ്ഞു തുടങ്ങി. പേരൊക്കെ നല്ല വലിയ അക്ഷരങ്ങളിലൂടെ ക്ലിയറായിട്ട് കാണാം കേട്ടോ. ഇപ്പം ഈ സമയമായിപ്പിക്കും. ഈ ഒരു ഷോപ്പിംഗ് മോളിലേക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നതാണ്. ഫുൾ ക്രിസ്മസ് ഡെക്കറേഷനാണ്. ഇതുവരെ ഒന്നും മാറ്റിയിട്ടില്ല അവർ. പിന്നെ ചായ കുടിക്കാനായിട്ട് അപ്പുറത്ത് അവിടെ നമുക്ക് നല്ല ചായ കിട്ടുമെന്നും പറഞ്ഞ് അവർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ദേ അവിടെ ചായ കുടിക്കാനായിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. അഞ്ചും ചിപ്പിയും ഇവിടെ ടീച്ചേഴ്സ് എല്ലാവരും ഇതാ ഇവിടെ ഉണ്ട്. ചായ കുടിക്കാനായിട്ട് റെഡിയായി. ചായ കുടിച്ചിട്ടാണ് സിനിമ കാണാൻ പോകുന്നുള്ളൂ. സമയഷ്ടമായി ഉള്ളതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടേക്കും കൊണ്ട് പോയായിരുന്നു തന്നെ. ചെറിയൊരു കാപ്പി ചായക്കട, ചെറിയൊരു ചായക്കട. പക്ഷെ ഇവിടെ നല്ല ചായ കിട്ടും കേട്ടോ. പറഞ്ഞ കോഫി ചായ ഒക്കെ കിട്ടും. മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാ കേട്ടോ. ഇവരൊക്കെ കോഫിക്കാരാ. ഇവരൊക്കെ കോഫി വാങ്ങിച്ചു കുടിക്കണേ. ഞങ്ങള് ചായ പറഞ്ഞേക്കണം. ഞങ്ങൾക്കുള്ള ചായ റെഡി ആവുന്നുണ്ട്. ഒരു കോഫി എങ്ങനെയുണ്ട്? കോഫി എങ്ങനെയുണ്ട്? കോഫി സൂപ്പർ.
നൈല് സൂപ്പർ ആയിരിക്കും ഞങ്ങളുടെ ചായ. വെയിറ്റ് ആൻഡ് സീ. ഞങ്ങളുടെ ചായ കണ്ടോ? മഡ്ക കോഫി അല്ലേ? മടുക്ക കോഫി. കോഫി എന്നാണ് പറയണേ. ഇവര് കോഫി വാങ്ങിച്ചേക്കണം. കോഫിയാ? നമ്മുടെ വീഡിയോ കാണുന്നവര് വിചാരിക്കണ്ടാവും പാൽപ്പേന്ന് വന്നിട്ടില്ലേ അവരൊന്ന്. പാൽപ്പേന്ന് നേപ്പാളിൽ നിന്നൊന്നും തിരിച്ചെത്തിയില്ലേന്ന്. പക്ഷെ ഇതിന്റെ അത്രയും ടേസ്റ്റ് അതിനുണ്ടാവില്ല. കേരളത്തില് ചട്ടിച്ചോറ്, ഇവിടെ ചട്ടി ചായ. അതെ, കേരളത്തില് ചട്ടിച്ചോറ്, ഇവിടെ പയ്യെ പയ്യെ ആവുമായിരിക്കും. അവിടെ രണ്ടുപേര് എന്താ, അവർക്ക് രണ്ടുപേർക്കും ചായയും വേണ്ട കോഫിയും വേണ്ട. അവർക്കിനി കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ മതി. ചായ കുടിക്കാത്ത സൃഷ ടീച്ചറെ ഞാൻ ചായ കുടിപ്പിച്ചു. എങ്ങനെയുണ്ട് ചായ? സൂപ്പർ അല്ലേ? കേട്ടോ, അടിപൊളി ചായ. ആ വെച്ചത് എനിക്ക് വയലേക്ക് ഇങ്ങനെ വെച്ചതേ കുടിക്കും. ആ കുടിച്ചോ കുടിച്ചോ, നല്ല ചായ. നല്ല കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. ഇല്ല കുടിച്ചോ. അത് പറയാ കുഴപ്പമില്ല. കുടിച്ചോ. നിർബന്ധം. വണ്ടി വരണ്ടേ? കുടിച്ചോ കുടിച്ചോ. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ്. ഇവർക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട. ഇവർക്ക് എന്തെന്നാ, പേസ്ട്രിയോ എന്തത്? നിങ്ങൾ എന്താ കഴിക്കണേ? കേക്കിന്റെ മുകളിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നോ? എങ്ങനെയുണ്ട്? ചോക്ലേറ്റ് കേക്കിന്റെ മുകളിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ എന്താന്ന് ഇവർക്ക് തന്നെ അറിയുള്ളൂ. ഇതിനെന്തെന്ന് പറയണേ? പേരുണ്ടാവല്ലോ. ചോക്ലേറ്റ് കേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവർ അതെന്താ കഴിക്കണേ? ഞങ്ങൾ നല്ല അടിപൊളി ചായ കുടിച്ചു. ഇനി നമുക്ക് സിനിമ കാണാൻ പോകേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി പയ്യെ പയ്യെ നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് കടക്കും. ഇവിടെ കണ്ടോ ക്രിസ്മസ് ട്രീ? എന്ത് രസമെന്ന്. അടിപൊളിയല്ലേ ഡെക്കറേഷൻ? ഇവിടെ ഡെൽബൻ സാർ ഫാമിലിയൊക്കെ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിത് എവിടെയുണ്ട്? സോണിയ ടീച്ചറും മേരി ടീച്ചറും. ഞങ്ങൾ ചായ കുടിച്ച് പോകുന്നു താഴേന്ന്. നിങ്ങൾ കഴിക്കുക ഐസ്ക്രീം. അടിപൊളി. അപ്പോൾ ഞങ്ങളുടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഇതാ ഉള്ളിലേക്ക് ഇനി കടത്താൻ കേട്ടോ. ഇവിടെ ചെക്കിങ് ഉണ്ട്. ചെക്കിങ്ങിനായിട്ട് നിൽക്കണം എല്ലാവരും. അവരൊക്കെ അവിടേക്ക് കടന്നു. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. പോപ്കോൺ, കോള, കോഫി, ബർഗേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാം. നമ്മളിങ്ങനെ അതേ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കണം. പോപ്കോൺ അല്ലേ? ശരിക്കും നല്ല രസമാണ്. അവിടെ നിന്ന് പൊട്ടിച്ചെതറി ഇങ്ങനെ വീഴുന്നത് കാണാൻ. കുറേ മലയാളീസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. മലയാളം മൂവി ആയതുകൊണ്ട് ഇവിടെ അടുത്ത ഏരിയയിലുള്ള മലയാളീസ് എല്ലാവരും മൂവി കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ അറിയുന്ന ഒരു സാറിന്റെ മോളെ കണ്ടു കേട്ടോ. അപ്പൊ ഞങ്ങളെല്ലാവരും മോളെയും കൂട്ടി ഫോട്ടോസൊക്കെ എടുക്കുന്നതാ. നമ്മുടെ സിനിമയുടെ പോസ്റ്റർ ഉണ്ടോ? അടിപൊളിയല്ലേ? സർവം മായ. ഇവിടെ ഇപ്പൊ കുറേ മലയാളീസ് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കുന്നു, കുറച്ച് പേര് ഇനി വരാനുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അടുത്തുനിന്നൊക്കെയുള്ള കുറച്ച് ഫാദേഴ്സും സിസ്റ്റേഴ്സും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒത്തിരി ആൾക്കാരും കൂടെ എത്താനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കണം. മലയാളീസ് വരാനുള്ളവരൊക്കെ ഒരുവിധം എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇന്നൊരു കേക്ക് കട്ടിങ്ങും കൂടി ഉണ്ട്. ഗോരഖ്പൂർ മലയാളി അസോസിയേഷന്റെ വക കേക്ക് കട്ടിങ് കേട്ടോ. മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടിപൊളി, സൂപ്പർ. കുറേ മലയാളീസായിട്ട് അവിടെ ഒത്തിരി ഫാദേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർ, നമ്മുടെ മലയാളി ടീച്ചേഴ്സ്, ഒത്തിരി മലയാളികളോട് വർക്ക് ചെയ്യുന്നവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സിനിമ കാണാനായിട്ട്.
friends, students, children. ബൈബിളിൽ ഒരു നല്ല വചനമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 10-ാം വചനമാണ്. അത് ഇപ്രകാരമാണ്: ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കേക്കിൻ്റെ പുറത്തേക്ക് വെച്ചിരിക്കുന്ന മെറി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഈ അവസരത്തിൽ സകല ജനതകൾക്കുമായി ലോകത്തിന് മൊത്തമായിട്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസരമൊരുക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ സ്റ്റാഫ്, എയർഫോഴ്സ്, മലയാളി അസോസിയേഷൻസ്, അവരെല്ലാവരും കൂടി കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ടൊരു മലയാളം മൂവി ഒന്നിച്ചിരുന്ന സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ, ചിരിക്കുവാൻ, തമാശ പറയുവാനായിട്ട് ഒരവസരം ഒരുക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഒപ്പം ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകളും പുതുവത്സര മംഗളങ്ങളും ഞാൻ നേരുന്നു. കേട്ടോ, സ്പോൺസർ ചെയ്തിരുന്ന മലബാർ ഗോൾഡ്. ബസ്തിയിലെ കേക്ക് കച്ചവടക്കാരനാണ് ഇരിക്കുന്നത്, നടുക്കിരിക്കുന്ന ആള്. വാരിക്കോരി ആ കേക്കിന്റെ അവസ്ഥ ഇതായിട്ടോ. ഇത് ഷാരിസാണ് ഇതിന്റെ ആള്. കമന്ന് വീഴാനകത്തേക്ക്. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് കിട്ടിയായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് ചോദിച്ചായിരുന്നു. നല്ല ടേസ്റ്റി കേക്കായിരുന്നു. മലബാർ ഗോൾഡ് സ്പോൺസർ ചെയ്ത കേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇനി ഫിലിം കണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതാ ലൈനായിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സീറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളിതാ പോയിരിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ചെന്ന് എല്ലാവരും ഇരിക്കണം കേട്ടോ. താഴോട്ട് പോവാം. അടിപൊളി, സൂപ്പർ ആയിരുന്നു. നല്ല മൂവിയാണ്. ഇറങ്ങിക്കോ. എല്ലാവർക്കും കാണാൻ പറ്റിയ സൂപ്പർ മൂവി. അടിപൊളി. ഡെലിലു അത് താഴോട്ട് പോയി. അവിടേക്ക് പോകുമ്പോ ഞങ്ങളങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും കാർ പാർക്കിലേക്ക്. ഇനി ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകണം. സുമിടിച്ചേ, മൂവി എങ്ങനെയുണ്ടായിരുന്നു? നല്ല സൂപ്പർ ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഓക്കേ, അച്ഛന് ഇഷ്ടമായോ? സാറേ എങ്ങനെയുണ്ടായിരുന്നു മൂവി? നല്ല മൂവി അല്ലായിരുന്നോ? എന്തായാലും വരപ്പൂര് വരെ വന്നത് എന്തായാലും നന്നായി. ഇവിടെ വന്ന് അങ്ങനെ ഒരു മൂവി കാണാൻ പറ്റിയത് നല്ല മൂവിയായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ വണ്ടി പാർക്കിങ്ങിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വണ്ടി കയറണം. ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാം. ഫുഡ് ഇവിടെ ഒരു സ്ഥലത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് പോകണം.
അതെ സിനിമ ഉണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എന്തേ ഇഷ്ടായില്ല? ഇഷ്ടായോ? നല്ല ഇഷ്ടായോ? അപ്പൊ എന്തായാലും ടിക്കറ്റ് ചാർജ് മുതലായല്ലോ അല്ലേ? എൻജോയ് ചെയ്തു ശരിക്കും അല്ലേ? അതെ, പെട്ടെന്ന് ഇന്റർവെല്ലായി. സിനിമ തീർന്ന പോലെ. അത് ഇഷ്ടമായതുകൊണ്ടാണ്. അത് സിനിമ ഇഷ്ടമായതുകൊണ്ട് തോന്നിയതാ. അപ്പൊ ഇഷ്ടമായി നിങ്ങൾക്ക്? ഓക്കെ, നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനോടൊക്കെ ഒന്ന് പറയണ്ടേ? അവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ നമുക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് അറിയാം. ഉണ്ടുണ്ടാവും. അതെ, നമ്മളൊക്കെ ലാസ്റ്റ് കാണുന്നവരായിരിക്കും. അപ്പൊ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണാൻ നല്ല സിനിമയാണ്. എല്ലാരും പോയി കണ്ടിട്ട് പിന്നെ കേരള പൊറോട്ട അതെ, ഞങ്ങള് വെയിറ്റ് ചെയ്യണം. അതെ. ഓക്കെ, ഞങ്ങളുടെ കേരള പൊറോട്ടയും ചിക്കൻ കറിയും ഇട്ടത് എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുകയാണ്. ചിക്കൻ കറിയും പൊറോട്ടയും എങ്ങനെയുണ്ട്? സൂപ്പറാണോ? നല്ലതാണോ? കഴിക്കും എല്ലാവരും കഴിക്കും. ഇവിടെ ലൈറ്റിൻ്റെ ഇത്തിരി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിക്കാൻ പോകും. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കിനി ഇവിടുന്ന് ബസ്റ്റിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ പാഴ്സലൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ പാഴ്സലൊക്കെ ആയിട്ട് തിരിച്ചു പോകണം. ഇവരൊക്കെ അതേ വണ്ടിയിൽ കയറി കഴിഞ്ഞു. ബൈ. ഓക്കെ, ഇനി ഞങ്ങളും പോകാം. ബിരിയാണി, പൊറോട്ട ഒക്കെ പാഴ്സലൊക്കെ എടുത്ത് അങ്ങനെ പോകണം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. ഒരു 12 മണിയൊക്കെ ആയിട്ടോ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ കഴിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്ന കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണിത്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു സൺഗ്ലാസ്, 2 ബിരിയാണി വാങ്ങിച്ചു. ഞങ്ങൾക്ക് 3 പേർക്ക് അത് ധാരാളം മതി. പിന്നെ സൺഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. സൺഗ്ലാസ് അതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ് വാങ്ങിച്ചേക്കുന്നതല്ല, ബിരിയാണിയുടെ ഒപ്പം തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഇത് ബീറ്റ്റൂട്ട് അച്ചാറാട്ടോ, ബീറ്റ്റൂട്ട് പിക്കിള്. ഈ ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ നാളത്തേക്കുള്ള ഫുഡൊന്നും കാര്യങ്ങളൊന്നും പിന്നെ വെക്കാൻ നിൽക്കണ്ട. എനിക്കാണെങ്കിൽ ഒത്തിരി ജോലികളുണ്ട്. അപ്പോൾ അതന്നെ കൊണ്ട് ഇത് വാങ്ങിപ്പോന്നു. ഇതവിടുത്തെ സ്പെഷ്യലാണ് കേരള പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.